ഡിസംബർ 31 വൈകുന്നേരം ശിവഗിരി വരണം. ഡിസംബർ 31. ഇത് ആരെങ്കിലും ഇത് അനുഭവിച്ചവരുടെ ഉണ്ടെങ്കിൽ അവരൊന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യണം. ഡിസംബർ 31 രാത്രി 11 മണിയാകുമ്പോൾ ശിവഗിരി മഹാസമാധി നാടയെ കൊണ്ട് അടയ്ക്കും. നട അടച്ചു കിടക്കും. പിന്നീട് ഒരു 10,000 പേര് മഹാസമാധിയിലും പരിസരത്തും. ഞാനൊക്കെ ഒരു 20 വർഷം മുമ്പ് ആദ്യമായിട്ട് തൊഴാൻ പോകുമ്പോൾ ആകെ ഒരു 200 പേരേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ അങ്ങ് ഏറ്റവും പുറകിലാണ്, 5000 പേരാ ഇപ്പോൾ. നോക്കൂ, അല്ലെ നമ്മൾ അതുപോലെ നേരത്തെ പോണം. ഇത്രയും പേര്, വേറൊന്നുമില്ല. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ, ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. 1 മണിക്കൂർ ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. ഇത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് 11, 11:15, 11. നമ്മുടെ മനസ്സ് ഇങ്ങനെ 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 ബീറ്റ്. നിങ്ങളത് അനുഭവിച്ചെങ്കിലുള്ള ഗുരു തന്നെ പറയുന്നുണ്ടല്ലോ, അനുഭവിയാതറിവീല അഖണ്ഡമാം ചിത് ഖനമിത് മൗന ഖന മൗന ഖനാമൃതാബ്ദി. അത് കറക്റ്റ്, അത് അനുഭവിയാതറിവീല, അത് അനുഭവിക്കണം. 11:30, 11:45, ഒരു 11:55 ആകുമ്പോൾ നമുക്ക് ബ്രീത്ത് കേൾക്കാം. അടുത്ത് നിൽക്കുന്നുണ്ട് ബ്രീത്ത്. ഇത് മാത്രമേ ഉള്ളൂ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. 12 അങ്ങോട്ട് അടിക്കുകയും നമ്മുടെ അടുത്താണ്, ശിവഗിരിക്ക് നേരെ താഴെയാണ് വർക്കല ബീച്ച്. അവിടെ ഈ കുടിച്ച് മറിഞ്ഞ് ഫുള്ള് പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഒരു വിഭാഗം കാണും. ഇവർ ഈ ന്യൂ ഇയറിന് പോയി കുടിച്ച് മറിഞ്ഞ് ആഘോഷിക്കുന്ന പടക്കമൊക്കെ പൊട്ടിക്കും. ഈ പടക്കമൊക്കെ ടക്ക് 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 അങ്ങോട്ട് പൊട്ടി തുടങ്ങുകയും 2 വെള്ളവാതിലും മലർക്കെ അങ്ങോട്ട് തുറക്കും. ടേങ് 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 എന്ന ശിവഗിരി മഠത്തിലെ മണി അങ്ങോട്ട് മുഴങ്ങും. അലങ്കൃതനായ പുഷ്പാലങ്കൃതനായ ഭഗവാൻ എല്ലാ വിളക്കുകളും തെളിച്ചിട്ട് അതൊന്ന് കാണണം കിട്ടും. അർദ്ധരാത്രി 12 അങ്ങോട്ട് നട തുറക്കുമ്പോ ചൈതന്യ പ്രസരണത്തോടു കൂടിയ ഭഗവാൻ. ശിവഗിരി മഠത്തിൽ അന്നുള്ള എല്ലാ സന്യാസിമാരും ഗുരുവിനെ വലം വെക്കും. അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരായിട്ട് കയറി ചെല്ലും. മഠാധിപതി ഓരോ വെള്ളിരുവക്കോയിൻ ഒരു പുതുവത്സര കാണിക്കയായി, പുതുവത്സര കൈനീട്ടമായി ഓരോ കോയിൻ തരികയും ചെയ്യും. എന്റെയൊക്കെ ചെറുപ്പത്തില് വീട്ടിലൊക്കെ ഈ എന്തെങ്കിലും കപ്പയൊക്കെ വേവിച്ച് മീൻകറിയൊക്കെ വെച്ച് കഴിച്ചോണ്ടാണ് ഈ രാത്രി 12 മണിക്ക് ആഘോഷിക്കുന്നത്. ഞാൻ ഓർക്കുക, എന്ത് മണ്ടത്തരമായിരുന്നു. ആ സന്നിധിയില്, ദിവ്യ സന്നിധോ, ആ സന്നിധിയില് ഒന്ന് പോയി നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ സമയം ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ എന്ന് ജപിച്ചിട്ട് 12 മണിക്ക് അങ്ങോട്ട് ഡോറ് തുറന്നിട്ട്, ആ തിരുനട അങ്ങോട്ട് തുറന്നിട്ട് ഭഗവാനെ കാണുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. നിങ്ങൾ തൊഴുത് വീണ്ടും വലം വെച്ച് കാണിക്ക മേടിക്കുമ്പോൾ 1 മണിയാകും. ഡിസംബർ ആണ്, ഒരു തണുപ്പാണ്. ആ തണുപ്പത്ത് ആ പൂഴി മണൽ ഇരുന്ന് ഒന്ന് കൃതിയൊക്കെ ചൊല്ലിയിട്ട് ഒരു 2-2:30 മണിക്ക് നമ്മൾ വണ്ടി എടുത്ത് വെളുപ്പിന് 5:30-6 മണിക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ആ ഒരു വർഷം. പിന്നീട് ഇങ്ങോട്ട് നോക്കൂ, കഴിഞ്ഞൊരു 15 വർഷമായി ഇതാണ് എല്ലാ ന്യൂ ഇയറും. ജീവിതത്തിൽ ഒരു മാറ്റവും പുരോഗതിയും ഐശ്വര്യവും മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഒരു വേദിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ ഈ ഡിസംബർ ശിവഗിരിയിൽ വന്ന് ഈ ന്യൂ ഇയറിന് വെറുതെ ഒരു ഫുള്ളും പൊട്ടിച്ച് കുറെ കപ്പയും പുഴുങ്ങി തിന്ന്, കുറെ കോഴിയും പുഴുങ്ങി തിന്ന്, നമുക്കില്ലാത്ത കുറച്ച് കൊളസ്ട്രോളും ഉണ്ടാക്കി വെറുതെ ഉറക്കോ വളച്ച് ടിവിയിൽ കുറെ എന്തൊക്കെയോ കണ്ട് അങ്ങനെയും കളയാം. അവനവന്റെ ഇഷ്ടം. ഈ ചൈതന്യ പ്രവാഹത്തിൽ ഭഗവാന്റെ സന്നിധിയിൽ നിങ്ങളുടെ പുതുവത്സരം ആഘോഷിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ വരട്ടെ എന്ന് ഓർത്തുകൊണ്ട് മാത്രം പറഞ്ഞതാണ്.